നമസ്കാരം, എൻട്രാകൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ആളുകളുടെ ചരിത്രം മാത്രമല്ല, അടുത്ത കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ചും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റോഡിനെ കുറിച്ചും എല്ലാം പൊതുവായ ചില കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. എല്ലാം ഇൻഫർമേഷനാണ്. ഞാനിതിൽ പങ്കുവെക്കുന്ന പല കാര്യങ്ങളും പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കില്ല. എങ്കിലും എനിക്ക് കിട്ടിയ ചില വിവരങ്ങളാണ് ഇതിൽ പങ്കുവെക്കുന്നത്. കവളപ്പാറ മൂപ്പിൽ നായരുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വടനാംകുറിശി എന്നാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാരക്കാട് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അവരുടെ തുടക്കമുണ്ടായിരുന്നത്. പിന്നെ കവളപ്പാറ കൊട്ടാരത്തെക്കുറിച്ചും അന്തിമഹാകാളൻ കാവിനെക്കുറിച്ചും കോട്ടയെക്കുറിച്ചും ഒക്കെ വിശദമായിട്ടൊരു വീഡിയോ ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് അത് കാണാം. ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്ന ആ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ചില കാര്യങ്ങളാണ് ഇതിൽ പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് ആരാണ് ഈ മൂപ്പിൽ നായന്മാർ, അവരെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം നൽകാം. മഹോദയപുരത്തിലെ ചേരന്മാരുടെ തകർച്ചയ്ക്ക് ശേഷം 12ാം നൂറ്റാണ്ടിൽ മലബാർ തീരത്ത് അനേകം ഫ്യൂഡൽ സിറ്റികൾ ഉത്ഭവിച്ചു. അതായത് ഫ്യൂഡൽ സിറ്റികൾ എന്ന് പറഞ്ഞാൽ നാടുകൾ, സ്വരൂപങ്ങൾ എന്നിവ ഉടലെടുത്തു. ഇവയെ നാടുവാഴികളാണ് ഭരിച്ചിരുന്നത്. നാടിനെ ഭരിക്കുന്നവരാണ് നാടുവാഴികൾ. അതുപോലെ ഈ നാടുകൾ വീണ്ടും വിഭജിക്കപ്പെട്ട് ദേശങ്ങളായി മാറി. ഈ ദേശങ്ങളെ ഭരിച്ചിരുന്നവരാണ് ദേശവാഴികൾ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ നാടുവാഴികളും ഈ ദേശവാഴികളെയും ആണ് മൂപ്പിൽ നായന്മാരെന്ന് വിളിച്ചിരുന്നത്. കേരളത്തിൽ ഹിന്ദു ജാതി വ്യവസ്ഥ പ്രകാരം സാമന്തൻ നായർ കാസ്റ്റിലെ ഒരു ഉപജാതിയായിരുന്നു മൂപ്പിൽ നായർ. നാടുകൾ വീണ്ടും ദേശങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവയെ ഭരിച്ചിരുന്നത് ദേശവാഴികളായിരുന്നു. മൂപ്പിൽ നായന്മാരിൽ ഏറ്റവും പ്രശസ്തമായ രാജകുടുംബമാണ് വള്ളുവ കോനാതിരിമാർ. ഇവരായിരുന്നു വള്ളുവനാടിൻ്റെ ഭരണാധികാരികൾ. ഇതുപോലെ മറ്റു പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഭരണാധികാരികളായിരുന്നു കവളപ്പാറ പ്രദേശം ഭരിച്ചിരുന്ന കവളപ്പാറ സ്വരൂപത്തിലെ മൂപ്പിൽ നായർ. അതുപോലെ തന്നെ സാമുറിൻ ഓഫ് കോഴിക്കോട് എന്ന ഒരു പുസ്തകം KVK കൃഷ്ണയ്യർ എഴുതുകയുണ്ടായി. അതിൽ സാമൂതിരിയുടെ പടയാളികൾക്ക് കുതിരപ്പടയാളികളെ വലിയ പരിചയമുണ്ടായിരുന്നില്ല എന്നതാണ് വായിച്ചത്. എന്നാൽ അതിന് വിരുദ്ധമായി സാമൂതിരിക്ക് കാലാൾപ്പട ഉണ്ടായിരുന്നെന്നും ആ കാലാൾപ്പടയെ നയിച്ചിരുന്നത് കുതിരവട്ടം സ്വരൂപം അല്ലെങ്കിൽ കുതിരവട്ടത്ത് നായരായിരുന്നു എന്നും ചിലർ അവകാശപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടാമ്പിയിൽ നിന്ന് കുളപ്പുള്ളിയിലേക്ക് ഉള്ള പാതയിലാണ്. ഇവിടെ റോഡ് പണി തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. മിക്കവാറും റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗം കൂടി പൂർത്തിയാക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ റോഡ് വളരെയധികം സുഗമമാകും. അപ്പോൾ ഈ റോഡിനെ കുറിച്ച് പരാമർശിക്കാനുള്ള കാരണം, ഈ റോഡിനോടനുബന്ധിച്ച് നമുക്ക് മറ്റൊരു റോഡിനെ കുറിച്ച് പറയാനുണ്ട്. ആ റോഡിലേക്ക് നമ്മൾ കയറുമ്പോൾ അതിനെക്കുറിച്ചുള്ള പറയാം. നല്ലൊരു ഏതൊരു മലയാളിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന ഈ ബിൽഡിംഗ് ഒക്കെ പഴയ കാലത്ത് ഒരു ഇൻഡസ്ട്രി ആയിരുന്നു, ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി ആയിരുന്നു. എൻ്റെ ഒരു അകന്ന ഒരു ബന്ധുവിൻ്റെ ആയിരുന്നു അത് ഇപ്പോൾ പൊളിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം റോഡ് വരുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ പോകും തോന്നുന്നു. അക്വയർ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് കൈമാറി എന്നൊക്കെ തോന്നുന്നു. പിന്നെ ഈ 2 വശത്തുള്ള ഈ പാടം, ഇത് ഒരു കാലത്ത് കിലോമീറ്ററുകളോളം പരന്നു കിടന്നിരുന്ന ഒരു പാടമാണ്. മൂപ്പിൽ നായന്മാരെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മണ്ണാർക്കാട്, അട്ടപ്പാടി പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന അവിടുത്തെ ഭരണാധികാരികളും മൂപ്പിൽ നായന്മാരായിരുന്നു. പിന്നെ വരുന്നൊരു മൂപ്പിൽ നായർ എന്ന് പറയുന്നത് കുപ്പത്തോട്, അതായത് പുൽപ്പള്ളി ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഒരു മൂപ്പിൽ നായരാണ്. ഇവരൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട മൂപ്പിൽ നായർ സ്വരൂപങ്ങൾ എന്ന് തന്നെ പറയാം. മുത്തങ്ങൽ മുതൽ തോട്ടുങ്ങൽ വരെ, അതുപോലെ തന്നെ ഭാരതപ്പുഴ മുതൽ മുണ്ടക്കോട്ടുഋഷി വരെ പരന്നു കിടക്കുന്ന 96 ഗ്രാമങ്ങൾ അടങ്ങിയ ഒരു വലിയ പ്രദേശത്തിന്റെ അധികാരിയായിരുന്നു അത്ര ഈ മൂപ്പിൽ നായർ, അതായത് കവളപ്പാറ മൂപ്പിൽ നായർ.
മൂപ്പിൽ നായരുടെ ആ പ്രതാപകാലത്തായിരുന്നു ഇത്രയും പ്രദേശങ്ങൾ അവരുടെ കീഴിലുണ്ടായിരുന്നത്. അതായത് ചിറ്റൂര്, പാലക്കാട്, ഒറ്റപ്പാലം എന്നീ പ്രദേശങ്ങളെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഇവരായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇവിടെ ഒരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട്, ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള റെയിൽവേ പാത. അതിൻ്റെ മുകളിലൂടെ ഉള്ള ഒരു റെയിൽവേ ഓവർബ്രിഡ്ജാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷമായി ഈ പണി തുടങ്ങിയിട്ട് ഇതുവരെ അത് പണി പൂർത്തീകരിച്ചിട്ടില്ല. മരാമത്ത് വകുപ്പ് മന്ത്രി അടക്കം അസംബ്ലിയിൽ കഴിഞ്ഞ ഏപ്രിലിൽ അത് തുറന്നു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ കാര്യമായ ചലനങ്ങളൊന്നുമില്ല. റോഡ് പണി ഏകദേശം പൂർത്തീകരിക്കാറായി. പണ്ട് നിലമ്പൂരിലെ നിന്ന് മരങ്ങൾ കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് ഗുഡ്സ് ട്രെയിന് പോകുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു റെയിൽപാതയാണത്രേ ഈ ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത. അപ്പോൾ ഇവിടെ ഈ റെയിൽവേ ഗേറ്റ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ റോഡിന് റെയിൽവേ ഗേറ്റ് വന്നതിന് ശേഷം അത് അടച്ചു കഴിഞ്ഞാൽ വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. അതിനൊരു പരിഹാരമായിക്കൊണ്ടാണ് ഈ റെയിൽവേ ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങാൻ പ്രഖ്യാപിച്ചതും അത് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇതിന് തൊട്ടടുത്തുള്ള സ്റ്റേഷൻ വാടനാംകുറിച്ചി റെയിൽവേ സ്റ്റേഷനാണ്. നമുക്കെന്തായാലും നമ്മുടെ ചരിത്രം തുടരാം. ദേവാസുരം എന്ന മലയാള സിനിമയിലെ കുളപ്പുള്ളി അപ്പൻ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നരേന്ദ്ര പ്രസാദിനെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ പാതയിലൂടെ മുന്നോട്ട് പോകാം. ഇത് കുളപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ കുളപ്പുള്ളി അപ്പൻ എന്ന ആ കഥാപാത്രം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദേവാസുരം സിനിമ ഷൂട്ട് ചെയ്ത വരിക്കാശ്ശേരി മനയിലേക്ക് എത്താം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റോഡിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുളപ്പുള്ളി പാലക്കാട് ഹൈവേ ആണ്. ഈ റോഡിൻ്റെ പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്, ചില ദുഃഖ സത്യങ്ങളുണ്ട്, ചില കണ്ണീരിൻ്റെ കഥകളുണ്ട്. അതെന്താണെന്ന് ഞാൻ ആദ്യം പറയാം. 28/1/2025 മാധ്യമം ഓൺലൈനിൽ TV സ്വാലിഹ് എന്ന പത്രപ്രവർത്തകൻ എഴുതിയ ഒരു കുറിപ്പ് വായിക്കുകയുണ്ടായി. അതിൽ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറയാം. ഈ റോഡിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് മുന്നേ കേട്ടറിഞ്ഞിരുന്നു. അപ്പോൾ അതിലെ സത്യാവസ്ഥയാണ് ആ കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ റോഡ് കരാറെടുത്ത മലേഷ്യൻ എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എഞ്ചിനീയർ ലിസി ബിൻ ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹമല്ലത്രേ ഈ റോഡിൻ്റെ കരാർ എടുത്തത്. 2001 കുളപ്പുള്ളി മുതൽ 45 കിലോമീറ്റർ സർക്കാർ ഗ്ലോബൽ ടെൻഡർ വിളിക്കുകയുണ്ടായി. ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടി, അതായത് KSTP, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തുക സമർപ്പിച്ചത് മലേഷ്യൻ കമ്പനിയായ RBM അഥവാ റോഡ് ബിൽഡേഴ്സ് മലേഷ്യയായിരുന്നു അത്രേ. MC റോഡിലെ സംസ്ഥാന പാത കരാറ് ഏറ്റെടുത്തത് പദീബൽ എന്നൊരു കമ്പനിയായിരുന്നു. മലേഷ്യൻ ഇന്ത്യൻ സംരംഭമായിരുന്നു ഇത്. ഇതിൻ്റെ പ്രോജക്റ്റ് എഞ്ചിനീയർ ആയിരുന്നു ജീവനൊടുക്കിയ എഞ്ചിനീയർ ലിസി ബിൻ. ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പണി പൂർത്തിയായിട്ടും നിരന്തരം സർക്കാരിൻ്റെ പിന്നാലെ നടന്നിട്ടും തുക അനുവദിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം 2006 നവംബർ 17 ആത്മഹത്യ ചെയ്തു. എന്നാൽ കുളപ്പുള്ളി പാലക്കാട് റോഡ് കരാറെടുത്ത മലേഷ്യൻ കമ്പനിക്കാർക്ക് അതിലെ ജീവനക്കാരും ആത്മഹത്യ ചെയ്തില്ലെങ്കിലും അവർക്ക് നേരിട്ടത് വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അതായത് RBM കമ്പനിയുടെ പ്രോജക്റ്റ് എഞ്ചിനീയറായ മലയാളി വേരുകളുള്ള മുഹമ്മദ് ഇദ്വീസ് അബ്ദുള്ളയായിരുന്നു ഇതിൻ്റെ പ്രോജക്റ്റ് എഞ്ചിനീയർ. അതായത് ഇദ്ദേഹത്തിന് കേരളവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. മലേഷ്യയിലെ പ്രോപ്പർട്ടി ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി ഡെവലപ്പർ ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറായിരുന്നു ഇദ്ദേഹം. ഈ റോഡിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ കാലാവസ്ഥയും മലേഷ്യയിലെ കാലാവസ്ഥയും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ എപ്പോഴും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്തും അവിടുത്തെ റോഡുകൾ കാലങ്ങളോളം നിലനിൽക്കുന്നതിൻ്റെ ആ സാങ്കേതിക വിദ്യയാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത്. അതിന് ചില ടെക്നിക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ അളവിലും ഗുണനിലവാരത്തിലും ഒരു തരത്തിലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്തില്ല. അതാണ് ഈ റോഡ് ഇത്രയും ഉറപ്പോടുകൂടി നിന്നത്. കേരളത്തിലെ
വിവിധ വകുപ്പുകൾ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പണി കൊടുത്തു. റോഡ് വീതി കൂട്ടേണ്ട ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ നീക്കം ചെയ്യേണ്ട ജോലി KSEB ചെയ്തില്ല. അതുപോലെ തന്നെ റോഡരികിലുണ്ടായിരുന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിയും വിമുഖത കാണിച്ചു. അതുപോലെ തന്നെ പല ടെലിഫോൺ കമ്പനികളുടെയും കേബിളുകളും വലിയ തടസ്സമായി. ഇവയെല്ലാം മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം ഓഫീസുകൾ കയറി ഇറങ്ങിയെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. നമ്മുടെ നാട്ടിലെ ബ്യൂറോക്രസിയെക്കുറിച്ചും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റേതായ ചില കെടുകാര്യസ്ഥതകളെല്ലാം ഈ പണിയിൽ കണ്ടു. എന്തായാലും പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കരാറ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സർക്കാർ ഒരു 2 വർഷം കൂടി നീട്ടിക്കൊടുത്തു. ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 80% റോഡ് പണി അവർ പൂർത്തീകരിച്ചു. പക്ഷേ അതുവരെ നടന്ന പണികൾക്കുള്ള പണമൊന്നും സർക്കാർ നൽകുകയുണ്ടായില്ല. ഇതിനു വേണ്ടി പല പ്രാവശ്യം കയറിയിറങ്ങിയെങ്കിലും വളരെ മടുപ്പിക്കുന്ന അനുഭവമാണത്രേ അവർക്ക് ഉണ്ടായത്. അങ്ങനെ ഇവർ പണി നിർത്തിവെച്ചു. പിന്നീട് ബാക്കി പണി പൂർത്തീകരിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് പല കരാറുകാരെയും സമീപിച്ചു. അങ്ങനെ അവസാനം ആരൊക്കെയോ ഈ പണി ബാക്കിയുള്ള 20% പൂർത്തീകരിച്ചു. പക്ഷേ ആദ്യം പൂർത്തീകരിച്ച ആ 80% റോഡിൻ്റെ പണിയുടെ അല്ലെങ്കിൽ റോഡ് പണിയുടെ ആ ഗുണമേന്മ മറ്റ് പണികൾക്ക് ഉണ്ടായില്ല. അവ പലപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ആദ്യം പണി കഴിഞ്ഞ ആ 80% റോഡ് ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ച അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റു റോഡുകൾക്കും ഉപയോഗിക്കാവുന്നതാണ്. വെയിലും മഴയും 2 പ്രളയം കഴിഞ്ഞിട്ടും തകരാതെ നിൽക്കുന്ന ഈ റോഡ് RBM കമ്പനിയുടെ ഒരു ഗുണനിലവാരത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയുടെ ആ ഗുണത്തെ ആണ് സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ RBM 10-15 വർഷമാണത്രേ ഇതിന് ഉറപ്പ് നൽകാറുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ റോഡിന് ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴും പണം ലഭിക്കുന്നതിനായി അവർ കേസ് തുടരുന്നു. കേസ് നടത്തിപ്പിനും മറ്റുമായി പാലക്കാട് ഒരു ഓഫീസ് റൂം അവർ തുറന്നിരുന്നു. 2006 ഡിസംബർ 6-നാണ് റോഡ് നിർമ്മാണത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇവർ പിൻവാങ്ങിയത്. 10.5 കോടി രൂപ സർക്കാരിൽ നിന്ന് ഇനിയും ഇവർക്ക് തിരിഞ്ഞു കിട്ടാനുണ്ടത്രേ. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇക്കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. പലർക്കും അറിയുമെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇന്നും കേരളത്തിലെ ഏറ്റവും മേന്മയുള്ള റോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ഈ റോഡാണ്. നമുക്ക് കവളപ്പാറ സ്വരൂപത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മടങ്ങി വരാം. പൂനത്തറ എന്ന പ്രദേശമാണ് ഇപ്പോൾ കടന്നുപോയത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ പോയാൽ നമുക്ക് ഈ കവളപ്പാറ കൊട്ടാരത്തിലേക്ക് എത്താം. 1748 വരെ ഈ കവളപ്പാറ സ്വരൂപം ഒരു സ്വതന്ത്രമായ ഒരു നാടുവാഴി അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടാണ് അത്ര ഇവിടെ ഭരിച്ചിരുന്നത്. എന്നാൽ ചരിത്രകാരനായ KKN കുറുപ്പിൻ്റെ അഭിപ്രായത്തിൽ ഇവരെ ആശ്രയരായിരുന്നു, ഡിപ്പെൻഡന്റ് ലാൻഡഡ് അരിസ്റ്റോക്രസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാലക്കാട് രാജാവിൻ്റെ കീഴിലുള്ള ഒരു നാടുവാഴിയായിരുന്നു ഈ പാലക്കാട്, അതായത് കവളപ്പാറ സ്വരൂപം അല്ലെങ്കിൽ കവളപ്പാറ മൂപ്പിൽ നായർ. സാമൂതിരി ഈ പ്രദേശത്തേക്ക് വന്നതോടുകൂടി ഇവിടുത്തെ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളും മാറി. അതായത് 1760 ഇവര് തിരുവിതാംകൂറുമായിട്ട് കൂടിച്ചേർന്നതായിട്ട് കാണാനുണ്ട്. അതിനു മുമ്പ് ഒരു പ്രാവശ്യം സാമൂതിരിയോടൊപ്പം ചേർന്ന് കൊച്ചി രാജാവിന് എതിരെ പട നയിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ആ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. അതിൽ പറയാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 1760 അതായത് ഈ മൈസൂർ പട ഇവിടെ വന്നപ്പോൾ ഇവർ തിരുവിതാംകൂറിലേക്ക് പോയി അവിടെ അഭയം പ്രാപിച്ചു. അങ്ങനെ പിന്നീട് അവരുടെ ആർമിയുടെ സഹായത്തോടു കൂടി അന്നത്തെ ദിവാനായിരുന്നു, അതായത് കേശവദാസിൻ്റെ അവരുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഈ പ്രദേശത്ത് നടന്ന യുദ്ധത്തിൽ അവർ പങ്കെടുത്തു. അപ്പോൾ അവരൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻ്റ് പ്രകാരം അതായത്
എഗ്രിമെന്റ് പ്രകാരം സാമൂതിരിയിൽ നിന്നും കൊച്ചി രാജാവിൽ നിന്നും സ്വാതന്ത്ര്യം നൽകാമെന്നും പകരമായിട്ട് ഇവിടുത്തെ കുരുമുളക് മൊത്തം അതിൻ്റെ കുത്തക തിരുവിതാംകൂർ രാജകുടുംബത്തിന് അല്ലെങ്കിൽ ആ രാജ്യത്തിന് നൽകണമെന്നുമായിരുന്നു വ്യവസ്ഥ. അതനുസരിച്ചിട്ടാണ് അവരിവിടെ ഭരിച്ചിരുന്നത്. പിന്നീടാണ് കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇവര് തിരുവിതാംകൂറുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ സ്വതന്ത്രമായി പ്രഖ്യാപിച്ചപ്പോൾ കൊച്ചി രാജാവ് അതിനെതിരെ ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് കൊച്ചി രാജാവിൻ്റെ കീഴിലുള്ള ഒരു സാമന്ത കുടുംബം അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഒരു ദേശവാഴി മാത്രമാണ് ഈ കവളപ്പാറ മൂപ്പിൽ നായർ എന്നാണ്. 1792 കവളപ്പാറ മൂപ്പൻ അവരെ ഒരു വർഷത്തോളം അവരുടെ പഴയ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സമ്മതിച്ചെങ്കിലും പിന്നീട് അത് മാറുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വാണിയംകുളത്തിലൂടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഇടതുവശത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. ഇത് നേരെ പോകുന്നത് കൈലിയാട് അതുപോലെ തന്നെ മുണ്ടക്കുറിശി ഭാഗങ്ങളിലേക്കാണ്. അപ്പോൾ ഈ വാണിയംകുളത്തെക്കുറിച്ച് പറയുമ്പോൾ വാണിയംകുളത്തൊരു ചന്തയുണ്ടായിരുന്നു. വളരെ പ്രശസ്തമായ ഒരു ചന്തയായിരുന്നു. 40 വർഷം മുമ്പ് മൂപ്പിൽ നായർ തന്നെയാണ് അത് തുടങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ധാരാളം കച്ചവടക്കാർ ഇവിടെ എത്തുമായിരുന്നു. അതായത് ഈ പ്രദേശത്ത് ഇന്നിപ്പോൾ വെറും കന്നുകാലി ചന്ത മാത്രമേ ഉള്ളൂ. ആഴ്ചയിൽ 2 ദിവസം, ഒരു ദിവസം ആടാണെങ്കിൽ ഒരു ദിവസം കന്നുകാലികൾ. എന്നാൽ ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല അത്രേ. പലതരത്തിലുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ എല്ലാ ആളുകളും, അതായത് ബാർബർമാർ വരെ ഈ ചന്തയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പം ആ ചന്തയുടെ പ്രദേശങ്ങളൊക്കെ പാർക്കിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കയ്യേറി. ഇപ്പോൾ ആ പഴയ പ്രതാപമൊന്നും നിലനിൽക്കുന്നില്ല. ചന്ത ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കവളപ്പാറ മൂപ്പിൽ നായരുടെ പ്രദേശത്ത് കൂടെ പോകാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു റോഡുണ്ട്, ചെറിയൊരു റോഡുണ്ട്. ഈ റോഡിലൂടെ നമ്മളിപ്പോൾ നേരെ പോയി ഒറ്റപ്പാലം വഴിക്ക് പോയിട്ട് ഈ റോഡിലൂടെ തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്, ആ ബസ് പോകുന്ന വഴിക്ക്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ 1792 ഈ കവളപ്പാറയും അതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, അതായത് ഇപ്പോൾ എടത്തറ, കോങ്ങാട്, അതുപോലെ തന്നെ മണ്ണൂർ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളുടെ ഒരു സബോർഡിനേറ്റ്, അതായത് സ്വതന്ത്രമല്ല എന്നാൽ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യാമെന്ന രീതിയിൽ ഒരു വർഷത്തേക്ക് അവരെ ഇവിടുത്തെ അധികാരിയായിട്ട് സമ്മതിച്ചു. പക്ഷെ പിന്നീട് ഇത് മാറി. അത് അവിടെയും കൊച്ചി രാജാവ് തന്നെയാണ് ഒബ്ജക്ഷനും കൂടുതൽ ഉണ്ടാക്കിയത്. കാരണം ഇവിടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജന്മിയൊക്കെ നാടുവഴി ആയിരുന്നെങ്കിലും കുറച്ചുകൂടി ഉദാരമായിട്ടാണ് ഇത്ര എല്ലാവരോടും പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നികുതി കുടിശ്ശിക വന്നു ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അവരൊരു പുതിയൊരു ജന്മി വ്യവസ്ഥയുണ്ടാക്കി. അതൊരു പുതിയൊരു സിസ്റ്റം. അതായത് കവളപ്പാറ മൂപ്പിൽ നായരെ പോലുള്ള ജന്മികൾക്ക് അവരുടെ ഈ സ്ഥലം തന്നെ അവരുടെ സ്ഥലങ്ങൾ ലീസിന് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അതായത് ഇവിടുത്തുള്ള കാർഷിക വരുമാനം എത്രയാണോ അത് സർക്കാരിലേക്ക് അടയ്ക്കുക, ആ നികുതി. അപ്പം ജന്മികൾ അതെന്ത് ചെയ്തു? അത് വാങ്ങിച്ചിട്ട് അത് കാണാക്കാരന്മാർക്ക് നൽകി. അവരത് വെറും പാട്ടക്കാർക്ക് നൽകി. വെറും പാട്ടക്കാരെന്ന് പറഞ്ഞാൽ ടെനൻസ് അറ്റ് വില്ലാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴും കാര്യമായി ബ്രിട്ടീഷുകാർക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വിചാരിച്ച വരുമാനം ലഭിക്കാതെ വന്നപ്പോൾ നേരിട്ടാണ് പിന്നീട് അവർ പിരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വരുമാനത്തിന്. പിന്നീടാണ് മറ്റവർ, അതായത് ബ്രിട്ടീഷുകാർ വളരെ കനത്ത തോതിൽ നികുതി ഏർപ്പാടാക്കി ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. 1794 അവർക്ക്, അതായത് ഈ ചെറിയ അവരുടെ സ്ഥലങ്ങളൊക്കെ ലീസിന് കൊടുത്തെങ്കിലും അവരുടെ ആ ഫ്യൂഡൽ പ്രിവിലേജുകളുണ്ട്, അതായത് പ്രഭുക്കന്മാർക്ക് നിലനിന്നിരുന്ന ചില അവകാശങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. അതായത് ഈ മാപ്പിളമാരുടെ ഒരു ഡെത്ത് ടാക്സ് ഉണ്ട്, അതുപോലെ പൂരം നടക്കുന്ന സമയത്ത് ഉള്ള ഒരു പിരിവുണ്ട്, അതൊന്നും ഇവർക്ക് കിട്ടാതെയായി. വേറെയും ചില പ്രിവിലേജസ് ഒക്കെ നിർത്തലാക്കപ്പെട്ടു. അതെന്താണെന്നും അപ്പുകുട്ടൻ നായരെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. യാത്രയും ചരിത്രവും തുടരുന്നു.